ദൈവമാതാവിന്റെ മധ്യസ്ഥത. സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ്? യോഹന്നാൻ അപ്പോസ്തലനോട് യേശു പറഞ്ഞു, ശിഷ്യ, ഇതാ നിന്റെ അമ്മ. കന്യകമറിയാമിനോട് യേശു ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അപ്പൊ ഇപ്പം മറിയാം എവിടെയുണ്ട്? യോഹന്നാന്റെ ഭവനത്തിലുണ്ട്. യോഹന്നാന്റെ ഭവനത്തിൽ അമ്മയുണ്ട്. ഇത് ഈ സംഭവത്തിന്റെ അടുത്ത ദൃശ്യമാണ്. യോഹന്നാന്റെ ഭവനത്തിൽ അമ്മയുണ്ട്. യോഹന്നാന്റെ ഭവനം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ സഭയാണ്. അത് ഞാൻ ഓർമ്മിപ്പിച്ചു. മധ്യസ്ഥത, ഇതിൽ ഈ മധ്യസ്ഥത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥതലം വലുതായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ ഇന്റർസെഷൻ എന്ന വാക്ക്. ബഹുമാനപ്പെട്ട വർഗീസ് മീനടമച്ചൻ നൽകിയ സന്ദേശം ദയവായി തുടർന്ന് ശ്രവിക്കുക. മധ്യസ്ഥത എന്ന വാക്ക് അപ്പോസ്തലനായ പൗലൂസ് പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയെ കുറിച്ച് പറയും. എന്താണ് പറയുന്നത്? പിതാവിനും അല്ലെങ്കിൽ സർവശക്തനായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ. സർവശക്തനായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ. അതാരാണ്? യേശു ക്രിസ്തു. നമുക്ക് പകരം എന്നല്ല, മറിച്ച് നമ്മോട് കൂടെ എന്നാണ്. എൻ്റെ കൂടെ ആ വാക്കൊന്ന് പറഞ്ഞ്. നമുക്ക് പകരം എന്നല്ല, മറിച്ച് എന്നാ അർത്ഥം? നമ്മോടെ കൂടെ. ഒന്നുകൂടെ പറഞ്ഞ്, നമ്മോടെ കൂടെ. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അപ്പൊ അമ്മ ഇപ്പൊ ആരുടെ കൂടെ ഉണ്ട്? യോഹന്നാന്റെ കൂടെ ഉണ്ട്. യേശുവിന് പകരമാണോ അമ്മ? അല്ല, മറിച്ച് യേശു ഭരമേൽപ്പിച്ചതനുസരിച്ച് യോഹന്നാനോടൊപ്പം, യോഹന്നാന്റെ കൂടെ അമ്മയുണ്ട്. യോഹന്നാൻ പ്രാർത്ഥിക്കുമ്പം ആരും കൂടെ പ്രാർത്ഥിക്കും? അമ്മയും കൂടെ പ്രാർത്ഥിക്കും. പത്രോസും യോഹന്നാനും യാക്കോബും 12 അപ്പോസ്തലന്മാരും കർത്താവിനെ അനുധാവനം ചെയ്ത വിശുദ്ധന്മാരായ മനുഷ്യരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പം അവരുടെ കൂടെ മുട്ടുകുത്തുവാൻ ആരും ഉണ്ടായിരുന്നു? അമ്മയുണ്ടായിരുന്നു. അതാണ് മലങ്കര സഭ, ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്നാന്നോ? അം എന്നൊരു സുറിയാനി വാക്ക. പരിശുദ്ധ മാതാവിനോടൊപ്പം, മാതാവിനോട് കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതാണ് നമ്മളെ സംബന്ധിച്ച് മധ്യസ്ഥത. നമ്മളെ സംബന്ധിച്ച് മധ്യസ്ഥതയുടെ അർത്ഥം ആദാമും ഹവ്വായും മുതൽ ഇന്നുവരെ വാങ്ങിപ്പോയ സർവരും സർവശക്തനായ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച് എല്ലാവരും പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ഉണ്ട്. ആ സഹവാസമാണ് ഓർത്തഡോക്സുകാരനെ സംബന്ധിച്ച് മധ്യസ്ഥത. ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മളോടുകൂടെ ആരും പ്രാർത്ഥിക്കുന്നു? പരിമല തിരുമേനിയും പ്രാർത്ഥിക്കുന്നു. നിഷ്ഠയിൽ നിന്നെ പെറ്റ, ആ ചൊല്ലെന്റെ കൂടെ ബാക്കി, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. എത്രയോ അർത്ഥവത്താണ്. നിന്നെ പറ്റി അമ്മ ഞങ്ങൾക്ക് പകരം അപേക്ഷിക്കുന്നു ഒരു പിതാവും പഠിപ്പിച്ചില്ല. എല്ലാ പിതാക്കന്മാരും പഠിപ്പിച്ചത് മുന്നം നിന്നാഗമനം ചൊല്ലിയ നൽനിബിയരോടൊപ്പം. എത്രയോ വർഷങ്ങളായി അവരൊക്കെ മരിച്ചു പോയിട്ട്. പക്ഷെ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പഴയ നിയമത്തിലെ നിബിയന്മാരും പ്രവാചകന്മാരും പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും സഹദന്മാരും എല്ലാവരും ഒരുമിച്ച് തിരുസന്നിധിയിൽ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന മധ്യസ്ഥത. പരുമലമോർ ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് ഇവരൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. എത്ര
എത്ര മനോഹരം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. അമ്മയുടെ മധ്യസ്ഥത പിതാക്കന്മാർ പഠിപ്പിക്കുമ്പം അവൻ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വാക്യം എത്ര? 4-ാം വാക്യം. യെശയ്യാ പ്രവചനം ഞാൻ പറഞ്ഞല്ലോ, 7-ാം അധ്യായം 14-ാം വാക്യം. അതുപോലെ ഇത് ഓർക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം വാക്യം എത്ര? 4-ാം വാക്യം. എന്നെ വാക്യം ഇവർക്ക് വീഞ്ഞില്ല. അതാണ് അമ്മയുടെ മധ്യസ്ഥത. അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് പുരാതന പിതാക്കന്മാർ അധികം ഉപയോഗിച്ച വാക്യം ഇതാണ്. പക്ഷെ ആധുനിക പിതാക്കന്മാർക്ക് ഇപ്പൊ ഈ വാക്യം ഉപയോഗിക്കാൻ പേടിയ കാര്യം എന്നാ? മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോ ഇതിന്റെ അർത്ഥമേ മാറിപ്പോയി. ഇവർക്ക് വീഞ്ഞില്ല എന്ന് യേശു അമ്മയോട് പറഞ്ഞു. ഉടനെ യേശു തിരിഞ്ഞു പറഞ്ഞു. എന്നാ പറഞ്ഞു? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമ്പം കർത്താവ് ഇങ്ങനെയാ പറയുന്നതെങ്കിൽ പിന്നെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുവോ? ഒക്കത്തില്ല. എന്തൊരബദ്ധമാണെന്നോ ഈ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. മലയാളത്തിലെ വിവർത്തനങ്ങളിൽ പലതിനും വലിയ പ്രശ്നങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ സിംഹാസനത്തിന്റെ മുൻപാകെ ശുഭ്രവസ്ത്രധാരികൾ കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് അനവരതം സിംഹാസനസ്ഥനായ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൂട്ടത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, 24 മൂപ്പന്മാർ കയ്യിൽ ധൂപകലശവുമായി സിംഹാസനത്തിന്റെ മുൻഭാഗം അനവരതം അവനെ ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഗ്രീക്കിൽ പ്രസ്ബിറ്ററോസ് എന്നും സുറിയാനിയിൽ കൊഹനോ എന്നുമാണ് പദം. സിംഹാസനത്തിന്റെ മുൻപാകെ 24 കഹനന്മാർ കയ്യിൽ ധൂപകലശം, ധൂപക്കുറ്റിയും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ മുൻഭാഗം നിന്ന് ദൈവത്തെ ആരാധിക്കുക. പക്ഷെ മലയാളത്തിൽ വിവർത്തനം ചെയ്തു വന്നപ്പം ഗ്രീക്കിലെ പ്രസ്ബിറ്ററോസ് ഇംഗ്ലീഷിൽ എൽഡറായി, ഇംഗ്ലീഷിലെ എൽഡർ മലയാളത്തിൽ മൂപ്പനായി. മലയാളത്തിൽ ആരായി? മൂപ്പൻ. 24 മൂപ്പന്മാർ. ഇന്നത്തെ നമ്മളെ ആളുകളോട് മൂപ്പനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. വിവർത്തനത്തിന്റെ ഗതികേട് വലുതാണ്. അതുപോലെ തന്നെയാണ് ഈ പദവും. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? യേശുവിനോട് അമ്മ പറഞ്ഞു ഇവർക്ക് വീഞ്ഞില്ല. ഇന്നും നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, നമ്മുടെ വേദനകളുടെ നടുവിൽ, നമ്മുടെ കുറവുകളുടെ നടുവിൽ അമ്മ നമ്മോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആ സമയത്ത് കർത്താവ് പ്രതികരിക്കുക, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന മലയാള അർത്ഥത്തിൽ അല്ല. സത്യത്തിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താന്നോ? യേശുവിനോട് അമ്മ പറഞ്ഞു ഇവർക്ക് വീഞ്ഞില്ല. ഉടനെ അമ്മയോട് യേശു പറയുന്നു, എൻ്റെ അമ്മേ, എന്നോട് ഇത് അപേക്ഷിക്കുവാൻ ഞാൻ എന്തുള്ളൂ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഇച്ചിരൂടെ മനസ്സിലാക്കാം. സാധാരണ ഗ്രീറ്റിംഗ് വേർഡ് തമ്മിൽ കണ്ടുമുട്ടുമ്പോ പറയുന്ന ഒരു ഗ്രീറ്റിംഗ് വേർഡ് എന്ന അർത്ഥതലമാണ് എബ്രായക്കാര് സെമറ്റിക് ഭാഷയിൽ ഈ വാക്കിനുള്ളത്. ഇംഗ്ലീഷുകാർ കണ്ടുമുട്ടിയാൽ ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയും. ഗ്ലാഡ് ടു മീറ്റ് യു. അത് അതേപടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ എങ്ങനെ ഇരിക്കും? കണ്ടുമുട്ടിയതിൽ സന്തോഷം. എന്നാൽ പറച്ചിലിന്റെ രീതി, ഇൻറ്റോണേഷൻ അല്പം വ്യത്യാസപ്പെടുക. ചില വാക്യത്തിന് അങ്ങനത്തെ അർത്ഥം വരും. എബ്രായക്കാരെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ വിനയത്തോടെ പറയുന്ന വാക്കാണ് മോലിലോക്. വാട്ട്സ് ടു മീ ആൻഡ് ടു യു? എനിക്കും നിനക്കും എന്ത്? ഞാൻ ആരെ, നീ ആരെ? നിന്നോട് സംസാരിക്കത്തക്ക രീതിയിൽ, നീ എന്നോട് പറയത്തക്ക രീതിയിൽ, നീ എന്നെ സന്ദർശിക്കത്തക്ക രീതിയിൽ ഞാൻ എന്തുള്ളൂ? ഞാൻ ആരാണ്? ഈ അർത്ഥതലത്തിലാണ് മോലിലോക്. മോ വാട്ട്? ലോമതും യൂതൂടെ ചേർന്നാൽ ടു മീ, ലോമതും കോഫൂടെ ചേർന്നാൽ ടു യു. വാട്ട്സ് ടു മീ ആൻഡ് ടു യു? വേദപുസ്തകത്തിൽ ഇതിന് ഉദാഹരണങ്ങൾ പലതുണ്ട്, പല ഉദാഹരണങ്ങളുണ്ട്. വേദപുസ്തകമുള്ളവരെടുത്ത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 18-ാമത്തെ വാക്യം. വിധവ സ്ത്രീയുടെ മകൻ മരിച്ചു.
വിധവ സ്ത്രീയുടെ മകൻ മരിച്ചു. ആ വിധവ സ്ത്രീയുടെ പിന്നെ മരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, വിധവ സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടല്ലോ. തല ഉലുക്കുക ഉണ്ടെന്നും പറഞ്ഞേ, വിധവ സ്ത്രീയുടെ ഭർത്താവ് എന്നേ മരിച്ചു, അതുകൊണ്ടല്ലേ വിധവ സ്ത്രീ ആയത്. അതേസമയം ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു മകനാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ സറപ്തയിലെ വിധവയെ കുറിച്ചും അതേപോലെ തന്നെ ശൂലേംകാരത്തി എന്നും പറയുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ എബ്രായ ചരിത്രത്തിലെ ശ്രേഷ്ഠനായ ആധ്യാത്മികതയുടെ ശ്രേഷ്ഠമായ വ്യക്തിത്വമാണ് ഏലിയാ പ്രവാചകൻ. ആ കൂട്ടത്തിൽ ഓർത്തോണം, വല്ലാത്തൊരു അരിശക്കാരനുമാണ്, ക്ഷിപ്രകോപിയുമാണ്. മൊട്ടത്തലയ എന്ന് വിളിച്ചവരെ ശക്തമായി ശപിച്ചവനാണ് ഏലിയാ പ്രവാചകൻ. ആ പ്രവാചകൻ ഈ വിധവ സ്ത്രീയുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. മുൻപ് അവളുടെ ഭവനത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ അവരുടെ ക്ഷാമം പ്രവാചകൻ പരിഹരിച്ചു കൊടുത്തതാണ്. ഇന്ന് ഈ വിധവ സ്ത്രീയുടെ ഏക മകൻ മരിച്ചുപോയി. ആ ദുഃഖം മനസ്സിലാക്കി വിധവ സ്ത്രീയുടെ വീട്ടിലേക്ക് ഏലിയാ പ്രവാചകൻ ചെല്ലുന്നു. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ ഏലിയാവിനോട് അവൾ, ആരാണ്? വിധവ സ്ത്രീ പറയുകയാണ്, അല്ലയോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അല്ലയോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നാ ഇതിന്റെ അർത്ഥം? എൻ്റെ മകൻ മരിച്ചു, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന മലയാളത്തിലെ അർത്ഥം അല്ല. ആണോ? അല്ല. നമ്മൾ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നൊരാൾ നമ്മളോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്കിക്കോണം. ഈ വിധവ സ്ത്രീയുടെ വീട്ടിലേക്ക് പ്രവാചകനായ ഏലിയാവ് സന്ദർശിച്ചപ്പോൾ ഉടൻ തന്നെ പ്രവാചകനോട് ഈ വിധവ സ്ത്രീ ചോദിക്കുകയാണ്, അല്ലയോ ദൈവപുരുഷനെ, നീ എൻ്റെ വീട്ടിൽ ഈ പ്രയാസ സമയത്ത് എന്നെ സന്ദർശിക്കത്തക്ക രീതിയിൽ ഞാൻ ആരാണ്? ഞാൻ എന്തുള്ളൂ? നേരെ തിരിച്ചാണ് അർത്ഥമെങ്കിൽ, നേരെ തിരിച്ച് നെഗറ്റീവ് മീനിങ് ആയിരുന്നെങ്കിൽ, ഒന്നാമത്തെ ക്ഷിപ്രകോപിയാണ് ഏലിയാവ്, നിന്റെ മകനും മരിച്ചു, അധികം താമസിക്കാതെ നീയും കിടപ്പിലാവുമെന്നും പറഞ്ഞിട്ട് പോകുന്നതിനെ. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചേ? അല്ല. തന്നെ ആദരിച്ചുവെന്നും തന്നെ ബഹുമാനിച്ചുവെന്നും പ്രവാചകന് മനസ്സിലായി. കുറഞ്ഞപക്ഷം തന്നെ ഈ സ്ത്രീ നിരസിച്ചില്ല എന്നത് വ്യക്തം. അതുകൊണ്ട് പ്രവാചകനായ ഏലിയാവ് ഈ വിധവ സ്ത്രീയുടെ മരിച്ചുപോയ മകനെ ഉയർപ്പിച്ചു കൊടുത്തു. അല്ലയോ ദൈവപുരുഷനെ, മൗലിലോക് ഗബറോദാലോഹോ, ദൈവത്തിന്റെ പുരുഷനായുള്ളവേ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ ഈ പ്രയാസ സമയത്ത് എന്റെ ഭവനത്തിലേക്ക് വരത്തക്ക രീതിയിൽ ഞാൻ എന്തുള്ളൂ? മറ്റൊരു വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേദഭാഗമാണ്. ഗദരദേശത്തൊരു മനുഷ്യൻ താമസിക്കുന്നു. അവന്റെ പ്രത്യേകത, അവൻ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ്. ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നു. ശരീരം മുഴുവൻ അവൻ കല്ലുകൊണ്ട് ഇടിച്ച് ദേഹം മുഴുവൻ മുറിവുകൾ ഉണ്ടാക്കിയവനാണ്. എല്ലാറ്റിലും ഉപരി അവൻ താമസിക്കുന്നത് കല്ലറയിലാണ്. പിതാക്കന്മാർ പറയുന്നത് വീണുപോയ മനുഷ്യന്റെ രൂപം, ഭീഭത്സമായ രൂപം, അതാണ് ഗദരദേശത്തെ മനുഷ്യൻ. ആ ഗദരദേശത്തെ മനുഷ്യനെ തേടി തമ്പുരാന്റെ മനുഷ്യ സ്നേഹം നിർബന്ധിക്കുന്നു. അതുകൊണ്ട് യേശു തമ്പുരാൻ പടക് കയറി ഗദരദേശത്ത് കല്ലറയിൽ അധിവസിക്കുന്ന ഈ മനുഷ്യന്റെ അരികെ ചെല്ലുന്നു. ഉടനെ കല്ലറയിൽ അധിവസിക്കുന്ന ഭൂതഗ്രസ്തൻ പറഞ്ഞ വാക്യമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം വാക്യം എത്രയാ? 28-ാം വാക്യം. ഏതാ വാക്യം? യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ബാക്കി തന്നെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് വെച്ചാൽ, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ നിന്റെ കാര്യം നോക്കി യഹൂദിയിലോ ശമരിയിലോ നിന്നോണം, ഗദരദേശത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണോ അർത്ഥം? അല്ല. എന്താണ് അർത്ഥം? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, കല്ലറയിൽ അധിവസിക്കുന്ന ഈ പാപിയായി എന്നെ സന്ദർശിക്കത്തക്ക രീതിയിൽ ഞാൻ ആരാണ്? ഞാൻ എന്തുള്ളൂ? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, കർത്താവ് എത്ര സ്നേഹത്തോടെ ആ മനുഷ്യരിലെ ഭൂതത്തെ പുറത്താക്കി അവനെ നല്ല മനുഷ്യനാക്കി.
സുബോധമുള്ള മനുഷ്യനാക്കി. ഈ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യവും ശ്രദ്ധിച്ചേ. യേശുവിനോട് അമ്മ പറഞ്ഞു, അതാണ് അമ്മയുടെ മധ്യസ്ഥത, ഇവർക്ക് വീഞ്ഞില്ല. നമ്മോടൊപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുറവുകളിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇവർക്ക് വീഞ്ഞില്ല. ഉടനെ പുത്രൻ തമ്പുരാൻ അമ്മയെ ആദരിച്ചുകൊണ്ട്, അമ്മയ്ക്ക് ഏറ്റവും ബഹുമാനം കൊടുത്തുകൊണ്ട് പറയുകയാണ്, എന്നോട് ഇത് പറയത്തക്ക രീതിയിൽ, അപേക്ഷിക്കത്തക്ക രീതിയിൽ ഞാൻ പറവാക്കി. ഞാൻ ആരാണ്? ഞാൻ എന്തുണ്ട്? എനിക്കും നിനക്കും തമ്മിൽ എന്ത്? മലയാളത്തിൽ അങ്ങനെ വിവർത്തനം ചെയ്യാൻ ഒക്കത്തുള്ളൂ. സത്യത്തിൽ സഹോദരങ്ങളെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. യേശു ക്രിസ്തു ചെയ്ത 8-ാമത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്, അല്ലേ? അയ്യോ, ചുമ്മാ തലകുലുക്കരുത്. 8-ാമത്തേതാണോ? എന്ന് വെച്ചാൽ ഇതുവരെ കർത്താവ് ഒരു അത്ഭുതവും ബാക്കി പറ ചെയ്തിട്ടില്ല. യേശു ആരാണെന്ന് ക്ഷണിക്കപ്പെട്ട ഭവനക്കാർക്കും വന്നുകൂടിയിരിക്കുന്ന വിരുന്നുകാർക്കും അറിയത്തില്ല. പക്ഷേ യേശു ആരാണെന്ന് ഒരാൾക്കറിയാം. ആർക്കറിയാം? അമ്മയ്ക്കറിയാം. യേശു ആരാണെന്ന് അമ്മയ്ക്കറിയാം. നീ ഇതെന്നോട് അപേക്ഷിക്കത്തക്ക രീതിയിൽ ഞാൻ ആരാണ് എന്ന് മകൻ തിരിച്ചു ചോദിക്കുമ്പം അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം, ഞാൻ ദൈവപുത്രനാണെന്ന സത്യം ഈ ചരിത്ര ലോകത്തിന് അറിയത്തില്ലെങ്കിലും ആർക്കറിയാം? എൻ്റെ അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് ഈ വാചകത്തിനൊരു മറുപടി പോലും അമ്മ പറഞ്ഞില്ല. എനിക്കും നിനക്കും എന്തേ എന്ന് ചോദിക്കുമ്പം അമ്മ ഒന്നും പറയുന്നില്ല. കാരണം അമ്മ അപേക്ഷിച്ചതിൻ്റെ അർത്ഥം അമ്മയ്ക്കറിയാം. അമ്മ അപേക്ഷിച്ചതിൻ്റെ അർത്ഥം ഈ യേശു സാക്ഷാൽ ദൈവപുത്രനാണ്. ഈ ബോധ്യം ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അമ്മയ്ക്കറിയാം. മാലാഖ വന്ന് പറഞ്ഞു, ക്രോബേ ശ്രാപ്പികൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ആദാമ്യരെ സാത്മാൻ മൃതിയുവർ തന്നടിമയിൽ ദിയവീരാസ്തോത്രം. സ്വർഗോന്നതങ്ങളിൽ നിന്ന് മാലാഖ വന്ന് നസ്രത്തിലെ ഭവനത്തിൽ മറിയാമിനോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളേ, നിനക്ക് സമാധാനം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അമ്മയ്ക്ക് ശരിക്കും അറിയാം പുത്രന്റെ മഹത്വത്തെ കുറിച്ച്. അതുകൊണ്ട് അമ്മ പുത്രനോട് മറുപടി പറഞ്ഞില്ല. എന്നോട് അപേക്ഷിക്കത്തക്ക രീതിയിൽ ഞാൻ എന്തുള്ളൂ എന്ന് പുത്രൻ മറുപടി പറഞ്ഞപ്പം അമ്മ പുത്രനോടൊന്നും പറഞ്ഞില്ല. അമ്മ പരിചാരകരോടൊരു കാര്യം പറഞ്ഞു. അതാ നമ്മളോടും പറയുന്നത്. എന്താ പറഞ്ഞു? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവീൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം എന്താണെന്നറിയാവോ? ഇങ്ങനെ തന്റെ മഹത്വം വെളിപ്പെടുത്തി യേശു ക്രിസ്തു കാനാവിലെ കല്യാണത്തിന് ആദ്യമായി തന്റെ മഹത്വം ബാക്കി പറയുന്ന വെളിപ്പെടുത്തി. സഹോദരങ്ങളെ, ഇന്നും പുത്രന്റെ മഹത്വം അമ്മ മുഖാന്തരം ലോകത്തിന് വെളിപ്പെടുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതാണ് അമ്മയുടെ ചുമതല. ആ പുത്രന്റെ മഹത്വം മണവാട്ടിയാകുന്ന പരിശുദ്ധ സഭ മുഖാന്തരവും ലോകത്തിന് വെളിപ്പെടുകയാണ്. ഇതാണ് അമ്മയുടെ മധ്യസ്ഥതയെക്കുറിച്ച് പരിശുദ്ധ സഭ ഓർമ്മിപ്പിക്കുന്നത്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.